അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് കനിഞ്ഞരുളിയ മതമായ ഇസ്ലാം മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്തംഭം സക്കാത്ത് നൽകുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തതാണ് സക്കാത്ത് കൊടുക്കുക അർഹരായ ആളുകൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹദീസുകൾ പറഞ്ഞതായി കാണാം. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് വിശ്വാസി സമൂഹത്തോട് നിർദ്ദേശിച്ചതായി കാണാം. നിസ്കാരം പോലെ തന്നെ, അല്ലെങ്കിൽ നോമ്പിനെ പോലെ തന്നെ അതിപ്രാധാന്യമുള്ള പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് സമ്പത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്ന നിലയിൽ അതിൻ്റെ ഒരു വിഹിതം അല്ലാഹു നിർദ്ദേശിച്ച സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക എന്നത്. വിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൻ്റെ കൂടെ തന്നെ അതേ പ്രാധാന്യത്തോടെ സക്കാത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഅഖീമുസ്സലാ വആത്തുസ്സക്കാത്ത്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. അതുപോലെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, മിൻ തമാമി ഇസ്ലാമിക്കും അൻ തുഅദ്ദു സക്കാത്ത അംവാലിക്കും, നിങ്ങളുടെ ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുക എന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എണ്ണുന്ന സമയത്ത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ അവൻ്റെ കൽപ്പനക്ക് വിധേയരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ സക്കാത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മാധുര്യം, വിശ്വാസത്തിൻ്റെ മധുരം അവൻ്റെ കൽബിൽ ഉണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ ഫഅലഹുന്ന, ആരെങ്കിലും ആ 3 കാര്യങ്ങൾ മുറ പോലെ നിർവഹിച്ചാൽ ഫഖദ് ത്വഇമ ത്വഇമൽ ഈമാൻ, അവൻ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ്. ആ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് വഅഅ്ത സക്കാത്ത മാലിഹി, തൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവനാണെന്നാണ്. എങ്ങനെ കൊടുത്തു വീട്ടണം? ത്വയ്യിബത്തൻ ബിഹാ നഫ്സുഹു, നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മോഹിച്ചുകൊണ്ട് അങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതൊരു ഭാരമായി പോയി, അല്ലെങ്കിൽ ഇതൊരു ബാധ്യതയായി പോയി എന്ന ചിന്തയോടുകൂടി സക്കാത്ത് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും സക്കാത്ത് കൊടുത്ത പ്രതിഫലം നഷ്ടപ്പെടുന്നതും ആ സക്കാത്തിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ വീണ്ടും സൂചിപ്പിക്കുന്നത് കാണാം, സമ്പത്ത് വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. അതുപോലെ പിശുക്കിൽ നിന്ന് മനസ്സിനെ ശുദ്ധിയാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ സക്കാത്ത് ശീലമാക്കുക. അതുപോലെ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും ഒക്കെ നീങ്ങണം എന്ന ആഗ്രഹമുള്ളവർ സക്കാത്ത് പതിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, നബിയെ, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ധർമ്മം, നിർബന്ധമായ ധർമ്മം അഥവാ സക്കാത്ത് സ്വീകരിക്കുക. തുതഹിറുഹും, അങ്ങനെ സ്വീകരിച്ചാൽ ആ സക്കാത്ത് കാരണം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ വിശുദ്ധി നിക്ഷേപിക്കുന്നതാണ്. മാത്രമല്ല വതുസക്കീഹിം ബിഹാ, ആ സക്കാത്ത് കാരണം അവർക്ക് ഹൃദയ സംസ്കരണം ലഭിക്കുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മൻ അദ്ദാ സക്കാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറു, സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ
ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് തടയാൻ നിങ്ങൾ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാവുക. എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമ്മുടെ സമ്പത്തിന് ലഭിക്കും. മാത്രമല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കാനും ഒക്കെ ഏറ്റവും ഉപയുക്തമായ ഒരു കാര്യമാണ് സക്കാത്ത് കൃത്യമായി കൊടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, തുഖ്രിജു സക്കാത്ത മിൻ മാലിക്, നിങ്ങൾ സമ്പത്തിൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കണം. കാരണം അതൊരു ശുദ്ധീകരണമാണ്. മാത്രമല്ല നിങ്ങളുടെ അടുത്ത കുടുംബക്കാർ, അയൽവാസികൾ, നാട്ടിലുള്ള പാവപ്പെട്ടവർ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മം കൂടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുണ്യമാണ്. അതിലേക്കെല്ലാം ഒരു മധ്യവർത്തിയായി വർത്തിക്കുന്നത് ഇവിടെ നാം കൊടുക്കുന്ന സക്കാത്തുകളാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരിടത്ത് പറയുന്നത് കാണാം, വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഫൗലായിക ഹുമുൽ മുദ്ഇഫൂൻ, അവർക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നൽകുന്നതാണ്. മാ നഖസത്ത് സ്വദഖത്തും മിൻ മാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ആശയമാണ്. ഒരാളും സക്കാത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ചുരുങ്ങിപ്പോയിട്ടില്ല. മറിച്ച് ഉള്ള സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്തും ഐശ്വര്യവും വർധനവും ഉണ്ടാക്കുകയാണ് ചെയ്യുക. അല്ലാതെ സക്കാത്ത് കൊടുത്തത് കൊണ്ട് മാത്രം ഒരാളും നാശമടഞ്ഞു പോയ ചരിത്രം ഇസ്ലാമിൽ ഇല്ല, ഒരിക്കലും ഉണ്ടാവുകയുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ, ഓരോ ദിവസവും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഭാത സമയത്ത് 2 മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ട്. ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരു പ്രത്യേക മുദ്രാവാക്യമുണ്ട്. എന്താണത്? അല്ലാഹുമ്മ അഴ്തി മുൻഫിക്കൻ ഖലഫ, ചെലവഴിക്കുന്നവർക്ക് അള്ളാഹുവേ നീ വീണ്ടും വീണ്ടും അതിൻ്റെ പകരം നൽകണമേ. അതേ സമയത്ത് മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഴ്തി മുംസിക്കൻ തലഫ, അള്ളാഹുവേ സക്കാത്ത് കൊടുക്കാതെ മറ്റുള്ളവരുടെ അധികാരങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും ഒന്നും വകവെച്ച് കൊടുക്കാതെ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ചവർക്ക് നാശം നീ നൽകണേ. മലക്കുകളുടെ പ്രാർത്ഥനയാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഉത്തരം ലഭിക്കുമെന്ന് പറയേണ്ടതില്ല. ഈ മലക്കുകളുടെ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ടാണ് പലപ്പോഴും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സമ്പത്തുകൾ അള്ളാഹു തആല വാരിക്കോരി ചൊരിയുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ അർഹതപ്പെട്ടവർക്കൊന്നും കൊടുക്കാതെ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളെല്ലാം തടഞ്ഞു വെച്ച് സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ചാൽ അള്ളാഹു തആല മലക്കുകളെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചതുപോലെ അവൻ്റെ സമ്പത്തിന് നാശമാണ് ഉണ്ടാവുക. ഒരിക്കലും അവനോ മറ്റുള്ളവർക്കോ ഉപകരിക്കാത്ത വിധം ആ സമ്പത്ത് നാശമടഞ്ഞു പോകുമെന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സക്കാത്ത് കൊടുക്കാതെ സക്കാത്തിൻ്റെ അവകാശികളെ തൊട്ട് അവരുടെ അർഹതപ്പെട്ട അംഗീകാരം തടയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുമൊക്കെ നിധിയായി സൂക്ഷിച്ചു വെച്ച ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹു നിർദ്ദേശിച്ച വഴികളിലൊന്നും ചെലവഴിക്കാതെ അതെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് കാണാം. നിസ്കാരം പോലെ പ്രാധാന്യമുള്ള ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ കർമ്മമാണ് സക്കാത്ത്. ആ സക്കാത്ത് നിർവഹിച്ചില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നതിൽ തർക്കമില്ല. അള്ളാഹുവിൻ്റെ ചോദ്യത്തിൽ എങ്ങനെയാണ് നീ സമ്പത്ത് സമ്പാദിച്ചത്, അതെങ്ങനെയാണ് നീ ചെലവഴിച്ചത് എന്നത് പ്രത്യേകം ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരാൾക്കും മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബികളുടെ മുമ്പിൽ പറഞ്ഞതായ ഹദീസിൽ നമുക്ക് കാണാം. പറഞ്ഞു വന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടു കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ വിശ്വാസികളോട് നിർദ്ദേശിച്ച ഈ നിർദ്ദേശം പാലിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇനി അങ്ങോട്ട് വരുന്ന നല്ല നാളുകൾ. സക്കാത്തിൻ്റെ അവകാശങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പരിശുദ്ധ റമദാനിൽ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം കൂടുതൽ ലഭിക്കാനുള്ള കാരണം നമുക്ക് ലഭ്യമാകും. മാത്രമല്ല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസിൽ കാണാം, സക്കാത്ത് കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിന് യാതൊരു കുറവും വരികയില്ല. അത് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ തടയാൻ വരെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം അത് കാരണമാകും. സക്കാത്ത് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരുന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യത്തിൽ പരിപൂർണമായ ശ്രദ്ധ വേണം. പലപ്പോഴും നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും ഒക്കെ കാണിക്കുന്ന ശ്രദ്ധ ചില വിശ്വാസികളിൽ നിന്ന് തന്നെ സക്കാത്തിൻ്റെ കാര്യമാകുമ്പോൾ കാണാറില്ലെന്നത് ഖേദകരമാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ ആവരുത്. നിസ്കാരത്തിൻ്റെ അതേ പ്രാധാന്യത്തോടെ, നോമ്പിൻ്റെ അതേ പ്രാധാന്യത്തോടെ സക്കാത്തിനെ കുറിച്ച് കാണണം. കാരണം ഒരു സമ്പൂർണമായ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, സാമ്പത്തികമായ സന്തുലനത്തിന് വേണ്ടി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമഗ്രമായ സമ്പദ് വ്യവസ്ഥയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന സക്കാത്ത്. ആ സക്കാത്ത് എല്ലാവരും മുറ പോലെ കൊടുത്തു വീട്ടിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരൊറ്റ പാവപ്പെട്ടവൻ ഇന്ന് ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. സമൂഹത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. സമൂഹത്തിൽ മറ്റു യാതൊരു സാമ്പത്തികമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ആർക്കും അനുഭവപ്പെടുമായിരുന്നില്ല എന്ന് ചിന്തകന്മാരൊക്കെ ഇസ്ലാമിൻ്റെ സമ്പദ് വ്യവസ്ഥയായ സക്കാത്തിനെ പുകഴ്ത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിനെ ശിർക്കില്ലാത്ത രൂപത്തിൽ ഒരാൾ കണ്ടുമുട്ടിയാൽ, വാദ്ദ സക്കാത്ത മാലിഹി ത്വയ്യിബൻ ബിഹാ നഫ്സ, നല്ല മനസ്സോടുകൂടി ഒരാൾ സക്കാത്ത് നിർവഹിക്കുകയും ചെയ്താൽ, ഫലഹുൽ ജന്ന, തീർച്ചയായും അവന് സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ രൂപത്തിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വിശ്വാസികളായ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.